ഒരുപാട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയിട്ടും എത്ര നാൾ ചികിത്സിച്ചിട്ടും അച്ഛ ഇതിനൊരു മാറ്റം ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നെസ്റ്റിലേക്ക് ഒരുപാട് നാളുകൾക്ക് മുമ്പ് 5 ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി ചികിത്സിച്ചതിന് ശേഷം 6ാമത്തെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വന്നൊരു മകനെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. അവൻ്റെ അപ്പനും അമ്മയും അടിച്ച് ഓടിപ്പിച്ച്, അവൻ്റെ അപ്പനും അമ്മയാണ് അവനെ കൊണ്ടുവന്നതെങ്കിലും അപ്പനും അമ്മേനെയൊക്കെ അടിച്ച് ഓടിപ്പിച്ചു. അവൻ്റെ കൂടെ ആരും നിൽക്കാനായി അവൻ സമ്മതിച്ചില്ല. അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ എല്ലാവരെയും ചീത്ത പറഞ്ഞ് അങ്ങനെ നിന്ന ഒരു മകൻ എന്നെ കണ്ടപ്പോൾ അവൻ വളരെ ശാന്തമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു 5-6 ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി കഴിഞ്ഞു ഓൾറെഡി. ഇനി അച്ഛനൊരു കാര്യം ചെയ്യണം, അവിടെ ഒന്നും ചെന്നിട്ട് ഞാൻ നന്നായില്ല. എനിക്ക് ഇനി ഒരു കാര്യം അച്ഛനോട് പറയാനുള്ളത്, അച്ഛൻ എന്നെ ഇന്ന് വിടുകയാണെങ്കിൽ, അവൻ വന്നിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ അച്ഛന് വാക്ക് തരുന്നു, ഞാൻ ഇനി ഒരിക്കലും മദ്യമോ ലഹരിയോ ഉപയോഗിക്കില്ല. അപ്പൊ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേറെ ഏതൊക്കെയോ വേദനകൾ, വേറെ ഏതൊക്കെയോ കാരണങ്ങൾ അവനെ വളരെ ശക്തമായി മദ്യപാനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൻ എടുക്കുന്ന പ്രതിജ്ഞകളൊന്നും തന്നെ പാലിക്കാൻ അവന് പറ്റില്ല. ഒരു സഹോദരൻ നെസ്റ്റിൽ വന്നത് 8 പ്രാവശ്യം ലഹരി നിർത്താൻ വന്നിട്ട് 9ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ലഹരി ഉപയോഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആലോചിക്കണം, 10 വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. 9 പ്രാവശ്യം ഒരേ സ്ഥലത്തേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി വരിക. അവരുടെ കുടുംബം കടന്നു പോകുന്ന ഒരു വേദനയുണ്ട്. അവരുടെ കുടുംബം, അവൻ കടന്നു പോകുന്ന ഒരു വേദന ഒരു വശത്ത്, അവൻ്റെ കുടുംബം കടന്നു പോകുന്ന വേദന വേറൊരു വശത്ത്. ഇങ്ങനൊരു കുടുംബത്തിന് കടന്നു പോകാൻ എളുപ്പമല്ല. അപ്പം എന്തുകൊണ്ടാണ് ഒരുപാട് ചികിത്സിച്ചിട്ടും ഇവന് മാറ്റം വരാത്തത്? എന്തുകൊണ്ടാണ് ഒരുപാട് ചികിത്സിച്ചിട്ടും ഇവൻ്റെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടും പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടും മാറാത്തത്? നമുക്ക് പെട്ടെന്നൊരു ഉത്തരം അവനോട് പറയാനില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം, എന്തെങ്കിലും ഒരു പ്രത്യേകമായ കാരണം അവൻ്റെയോ അവൻ്റെ കുടുംബത്തിലോ ഉണ്ടാകാം. അവൻ്റെ കുടുംബത്തിലോ ഉണ്ടാകാം. എന്നോട് 5-6 പ്രാവശ്യം ഡി അഡിക്ഷൻ സെന്ററിൽ പോയി കഴിഞ്ഞിട്ടും മാറാത്ത ഡി അഡിക്ഷൻ സെന്ററിൽ 6ാമത്തെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വന്ന ആ മകൻ 3 ദിവസം കഴിഞ്ഞ് എന്നോട് ചോദിച്ച ചോദ്യം, ഞാൻ പോയിക്കോളാം, നിർത്തിക്കോളാം അച്ഛോ, എന്നെ എപ്പോൾ വിട്ടു കഴിഞ്ഞാൽ, അതല്ല 4ാമത്തെ ദിവസമാണ് അച്ഛൻ എന്നെ വിടുന്നതെങ്കിൽ, നാളെയാണ് വിടുന്നതെങ്കിൽ ഞാൻ അച്ഛനോട് പറയാം, അച്ഛൻ എന്നെ 1 കൊല്ലം ഇട്ടാലും ഞാൻ മദ്യം നിർത്തുകയില്ല. അപ്പം അവൻ്റെ പിന്നിൽ ഭയങ്കര വെറുപ്പ്, ദേഷ്യം, വിരോധം, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒരു ട്രീറ്റ്മെന്റിലൂടെ മാത്രം കടന്നു പോകുന്നതുകൊണ്ട് എന്തുമാത്രം ഗുണമുണ്ടാകും? അവൻ്റെ കുടുംബത്തിലും അതിൻ്റെ അലയടികൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. കുടുംബത്തിനെ എല്ലാറ്റിനും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്, മറിച്ച് കുടുംബത്തിലും ചിലപ്പോൾ മാറേണ്ട കാര്യങ്ങൾ ഒരു പക്ഷെ ഉണ്ടാകാം. ഒരിക്കൽ ഞാൻ ശക്തമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന സഹോദരനോട് പറയാൻ, നിങ്ങളുടെ കുടുംബങ്ങളെ ബഹുമാനിക്കണം, നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവരോട് നിങ്ങൾ അസഭ്യമായി പറയരുത്, ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കൽ നെസ്റ്റിൽ ഞാൻ വലിയൊരു ബഹളം കേട്ട് ഓടിച്ചെന്ന് കൗൺസിലറിൻ്റെ റൂമിലാണ്, കൗൺസിലർ റൂമിലേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതാണ്. അവിടെ ലഹരിയുടെ ട്രീറ്റ്മെൻ്റൊക്കെ അവസാനിച്ച് പോകാൻ നിന്ന സഹോദരൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കിടന്ന് അട്ടഹസിക്കുകയാണ്, ഊളിയിടുകയാണ്, ചീത്ത പറയുകയാണ്. ഞാൻ ചെന്ന് ഈ സഹോദരനോട് പറഞ്ഞു, സഹോദരൻ നിശബ്ദനായിട്ടിരിക്കുക. ഉടനെ തന്നെ അദ്ദേഹം നിശബ്ദനായി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ചേച്ചി ഒന്ന് നിശബ്ദയായ, ശാന്തമാക്, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി നിർത്തുന്നില്ല. ഈ സഹോദരിയുടെ ഭർത്താവിനെ ഒളിയമ്പുകൾ കൊണ്ട്, അമ്പ് കൊണ്ട് കുത്തുന്ന പോലെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപയോഗം നിർത്താനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് വലിയൊരു ഹീലിംഗ് കിട്ടേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹീലിംഗ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നൊരു ഹീലിംഗ് അദ്ദേഹത്തിന് വേണം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉള്ള വേദനയിൽ നിന്ന്. ആദ്യം പറഞ്ഞ സഹോദരന് വലിയൊരു സൗഖ്യം കിട്ടാനുണ്ട്. എന്താണ് സൗഖ്യം എന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി വേർപിരിഞ്ഞാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട്, 2ാമത് ഭാര്യ പ്രഗ്നൻ്റ് ആണ്. ആ ഭാര്യയും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയതിൻ്റെ വെറുപ്പും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അപ്പോൾ 1 മാസമല്ല 10 മാസം ഇട്ടാലും ആ മേഖലകളൊന്നും സുഖപ്പെട്ടില്ലെങ്കിൽ എത്ര ചികിത്സിച്ചാലും ഈ ലഹരിയുടെ ഉപയോഗം, മദ്യത്തിൻ്റെ ഉപയോഗം അയാളെ വിട്ട് മാറിപ്പോകുമോ? ഒരിക്കലുമില്ല.
അതുകൊണ്ടൊരു സമഗ്രമായ ഒരു മേഖലയിലേക്ക്, ചികിത്സയുടെ മേഖലയിലേക്ക്, സമഗ്രമായ ഒരു സൗഖ്യത്തിൻ്റെ മേഖലയിലേക്ക് ഓരോ വ്യക്തിയും കടന്നു വരേണ്ടതായിട്ടുണ്ട്. മദ്യപാനി മാത്രമല്ല, മദ്യപാനിയുടെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ കുടുംബവും. ഒരമ്മ പറഞ്ഞ ഒരു വാക്ക് ഇതാണ്: അച്ഛാ, എൻ്റെ ഈ മകനെ എനിക്ക് തിരിച്ചു വേണമെന്നില്ല. ഇവൻ തളർന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. ഇവൻ്റെ സഹോദരി മെഡിസിന് പഠിക്കുകയാണ്, അവൾക്കൊരു ജീവിതം ഉണ്ടാകണം. ഇവൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവൾക്കൊരു ജീവിതം ഉണ്ടാവില്ല. ഇവൻ തളർന്നു പോയാലും സാരമില്ല അച്ചോ, ഇനി അവൻ ഇല്ലാതായാലും കുഴപ്പമില്ല, ഞങ്ങളെ വിട്ട് ഓടിപ്പോയാലും കുഴപ്പമില്ല. ഒരുപാട് വേദന അനുഭവിച്ച് കഴിയുമ്പോൾ ഓരോ കുടുംബവും ഒരുപക്ഷെ മടുത്തു പോകാൻ ഇടയുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മടുത്തു പോകരുത്. ഒരു സമഗ്രമായിട്ടുള്ള ഒരു സൗഖ്യത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നത് വരെ 8 പ്രാവശ്യമൊക്കെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോവുക. 9ാമത്തെ പ്രാവശ്യമാണ് വെളിപാട് കിട്ടുന്നത്, ഒരു സൗഖ്യം കിട്ടുന്നത്. അദ്ദേഹം ജീവിതത്തിലേക്ക് കടന്നു വന്നു. ചികിത്സിച്ച് മാറുമോ എന്നുള്ള ഭയം നമ്മൾ വിട്ടുപോകട്ടെ. ദൈവസഹായം ഉണ്ടെങ്കിൽ സമഗ്രമായ വിമോചകനായി വന്ന ക്രിസ്തു ഒരു വ്യക്തിയെ തൊടും എന്ന് ഉറച്ചു വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനൊരു സഹോദരൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പല സമയം അദ്ദേഹം ട്രീറ്റ്മെൻറ്റിന് പോയി അവസാനം അദ്ദേഹത്തിന് കിട്ടുന്നൊരു വെളിപാടുണ്ട്. അദ്ദേഹം നിങ്ങളുടെ അടുത്ത് അത് പങ്കുവെക്കും. അതിനുശേഷം ഞങ്ങളുടെ സൈക്കോളജിസ്റ്റ് അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള വശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഞാൻ ഈ ഷൂട്ടിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയങ്ങളിലായിരുന്നു കൂടുതലായിട്ട് ലഹരിയും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ ലഹരിയും കാര്യങ്ങളും ഉപയോഗിക്കലുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീട്ടുകാരെ പറ്റിച്ചുകൊണ്ടായിരുന്നു ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ലഹരി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്തിരുന്നു. കഞ്ചാവും ഒക്കെ വലിച്ചിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഡെയിലി എൻ്റെ വീട്ടുകാരെന്നെ വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നന്നായി സംസാരിക്കുകയും അപ്പനമ്മ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ഞാൻ സംസാരം കുറയുകയും അപ്പനമ്മയും വിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുകയും ചെയ്തിട്ട് തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ വിളിയും കാര്യങ്ങളെല്ലാം കുറഞ്ഞ് കൂട്ടുകാരായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അവരായിട്ട് ലഹരി ഉപയോഗിക്കുകയും കൂടുതൽ ട്രിപ്പ് പോവുകയും അവിടെ ചെന്ന് റൂം എടുക്കുകയും വീട്ടിൽ പോവാണ്ട് ലഹരി ഉപയോഗിക്കുക അങ്ങനെ അങ്ങനെ തുടങ്ങി. അതിനുശേഷം എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി അപ്പനമ്മന് വിളിയും കുറവും വീട്ടിലേക്കുള്ള വരവും കുറവ് തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഒരു ദിവസം എന്നോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം വെറുതെ ഒന്ന് വീട്ടിലേക്ക് പോയി. അപ്പൊ അമ്മ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോകണം, പോയിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് അവിടെ ഉള്ളവർ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കഞ്ചാവ് വലിച്ചിട്ടുണ്ടായിരുന്നു, MDMA യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ പള്ളിയിൽ പ്രാർത്ഥിക്കാനുള്ള ചാപ്പലിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഞാൻ ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും പ്രാർത്ഥിക്കാണ്ട് തിരിയുകയും അങ്ങനെ 2-3 ദിവസം പ്രാർത്ഥിക്കാണ്ട് തിരിഞ്ഞു വരികയും ചെയ്തു. എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ഒരു വൈറ്റ് പേപ്പറിൽ സൊറസ്നായി നന്മറിഞ്ഞറിയും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ബുക്ക് എടുത്ത് പ്രാർത്ഥിച്ചു, എല്ലാം നോർമലായി എന്ന് വെച്ചിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് കുഴപ്പമില്ല, ഞാൻ നോർമലായി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനും വിശ്വസിച്ചിട്ട് എന്നെ ആദ്യത്തെ തവണ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വിട്ടു. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് ഞാൻ കൂടുതൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുർബാനയ്ക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞാൻ ഷൂട്ടിംഗ് ഫീൽഡിലേക്ക് പോയതിനു ശേഷം ഞാൻ വീണ്ടും വലിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ എല്ലാം നിർത്തി, എല്ലാം ഓക്കെ ആയി എൻ്റെ വീട്ടുകാരോടും അച്ഛനോടും എല്ലാവരോടും പറഞ്ഞ് അവരെ കവിളിപ്പിക്കുക ചെയ്തത്. പിന്നീട് വീണ്ടും ഞാൻ ഈ വലിയും കുടിയിലേക്ക് വീണ്ടും ഞാൻ ചെന്നപ്പെടുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും ഞാൻ കഞ്ചാവ് വലിക്കുകയും ഉപയോഗിക്കുകയും എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യുകയും ചെയ്ത് വീണ്ടും എനിക്ക് ഓർമ്മക്കുറവ് വന്നു തുടങ്ങി. വീണ്ടും മെന്റൽ ഡിപ്രഷൻ വീണ്ടും എടുത്തു തുടങ്ങി. അതിനുശേഷം എന്നെ വീണ്ടും നെക്സ്റ്റ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വീണ്ടും എന്നെ കൊടുന്നു കഴിഞ്ഞ് വീണ്ടും ഗുളിക കഴിക്കുകയും ഇതുപോലെ ഡിപ്രഷൻ എടുത്തിട്ട് വീണ്ടും കൊടുന്നപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാൻ ചോദിച്ചു, എന്നെ മാനസിക രോഗിയാക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണോ എന്നെ വീണ്ടും ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊടുന്നോണോ എന്ന് ചോദിച്ചു. വീട്ടുകാരായിട്ട് ബഹളം കാര്യങ്ങളൊക്കെ ആയി. ലാസ്റ്റ് എന്നെ അവർ പിടിച്ചു കെട്ടി വീണ്ടും ഈ ഡി അഡിക്ഷൻ സെന്ററിൽ കൊടുന്നതിന് ശേഷം
ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോവുകയും ഈശോയെ അടുത്തറിയുകയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ചായിട്ട് ലഹരിയിൽ നിന്നുള്ള ഒരു വിമുക്തി കിട്ടി തുടങ്ങി. പിന്നെ ഡെയിലിയുള്ള ബൈബിൾ വായനയും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷമാണ് എനിക്ക് ഈശോയെ അടുത്തറിയാനും പറ്റിയത്. ഇപ്പോൾ എനിക്ക് എൻ്റെ അപ്പനമ്മേനെയും കാണാനും സ്നേഹിക്കാനും ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പനമ്മേനെയും ഭയങ്കരധികം വേദനിപ്പിക്കുകയും ചീത്ത വാക്കുകൾ വിളിച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അപ്പനും അമ്മേനെയും പൊന്നു പോലെ നോക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ ലഹരിയിൽ നിന്നുള്ള അത് ഉപയോഗിക്കണ്ട, അത് ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ ഇല്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത്. അപ്പനമ്മയുടെയും സ്നേഹം എത്രയും വലുതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് ലഹരി എന്നൊരു വലിയതായിട്ട് ഉപയോഗിച്ച് ജീവിതം നശിച്ചു പോയി എന്നൊരു ഓർമ്മ വന്നതിന് ശേഷമാണ്. അതിനി വേണ്ട, ജീവിതത്തിൽ അതുണ്ടെങ്കിൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായതിന് ശേഷമാണ് ഞാനത് ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ 2-3 മാസങ്ങളായിട്ട് ഉപേക്ഷിച്ച് എനിക്കിപ്പോൾ വീട്ടുകാരെ വിളിക്കുമ്പോൾ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കാനും അപ്പനമ്മേനെയും കാണുമ്പോൾ സമയത്തിൽ സംസാരിക്കാനും വീട്ടിൽ കുടുംബ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പങ്കുചേരാനും ഒക്കെ നല്ല ശാന്തിയും നല്ല സമാധാനം ശാന്തിയിലുണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ. ചികിത്സിച്ചിട്ട് മാറുന്നില്ലല്ലോ. ഈ ഒരു ചോദ്യം എപ്പോഴും അമ്മമാരും ഭാര്യമാരും സൈക്കാട്രിസ്റ്റിനോടും സൈക്കോളജിസ്റ്റിനോടും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാവർക്കും ചികിത്സിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, മാറുമെന്ന്. പക്ഷെ നമ്മൾ ചികിത്സകൻ, ഒരു മനോരോഗ ചികിത്സകനെ സംബന്ധിച്ച് ഒരു മനോരോഗം അല്ലെങ്കിൽ കുടിരോഗം അല്ലെങ്കിൽ ആസക്തി രോഗം, അതിന് പല കാരണങ്ങളുണ്ട്, മൾട്ടി റീസൺസ്. ഒരു രോഗാവസ്ഥയിൽ ഉള്ളൊരു വ്യക്തി വെറുതെ ഒരു കുടിരോഗം മാത്രമുണ്ട് എന്നത് മാത്രമല്ല, അവനെ സംബന്ധിച്ച് അവൻ്റെ വ്യക്തിപരമായ ജീവിതം പല കാരണങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ആസക്തി രോഗത്തിനെ സ്വാധീനിക്കും എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും അവസാനത്തെ തീരുമാനം ആ വ്യക്തി തന്നെയാണ് എടുക്കേണ്ടത്, അതെന്നെ ബാധിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഒരു സാധാരണ രീതിയിൽ റിലാപ്സ്, വീണ്ടും വീണ്ടും വീഴുക, അതിന് 5 കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അതിനൊന്ന്, ഒരു ഫാമിലി പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല. അപ്പോൾ സമാധാനത്തിനായിട്ട് ഇതിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട്. 2, ഇക്കണോമിക്കൽ പ്രോബ്ലം, ഒരു ധനപരമായിട്ട് ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ നിരാശയ്ക്ക് ഉത്തരമായിട്ട് മദ്യത്തിലേക്ക് കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. 3, ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം, നമ്മുടെ ശാരീരികമായിട്ട് ബ്രെയിൻ ഇഞ്ചുറി, ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ശാരീരികമായ രോഗാവസ്ഥകൾ, പ്രത്യേകിച്ച് കുടി രോഗങ്ങൾ കൊണ്ട് വന്ന രോഗാവസ്ഥകളുള്ള വ്യക്തികൾക്ക് സാധാരണ ആളുകളിൽ നിന്ന് വിട്ട് ഒരു അമിതമായ ഇതിനോടുള്ള ആശ്രയബോധമുണ്ടാകും. 4മത്തെ ഒരു കാര്യം, 2 മനഃശാസ്ത്ര റീസണുകളാണ് 4ഉം 5ഉം കാര്യങ്ങളിൽ ഞാൻ പറയുന്നത്. കുടിരോഗത്തിൽ പെട്ടിട്ടുള്ള ഒരാൾ, അതിൻ്റെ വിഡ്രോവൽ പീരീഡ് നല്ല ശക്തമായിട്ട് കടന്നു പോയിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് തലച്ചോറിനെ അതിൽ നിന്ന് പിടിച്ചു നിർത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അങ്ങനത്തെ വ്യക്തികൾ വീണ്ടും വീണ്ടും വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെല്ലാം പുറമെ കൊമോർബിഡ്, ഒരേ സമയം നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന മാനസിക രോഗാവസ്ഥയും അതിനെ കോപ്പപ്പ് ചെയ്യുന്നതായിട്ടുള്ള കുടിരോഗവും, ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ചികിത്സിക്കുമ്പോൾ കുടിരോഗത്തിനെ മാത്രം ചികിത്സിച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ മുത്തങ്ങപ്പുല്ല് നമ്മൾ മുകളിൽ നിന്ന് ചെത്തിക്കളയുന്ന പോലെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള വിഷാദപ്രകൃതമോ ഉത്കണ്ഠപ്രകൃതമോ മാനസികമായ എന്തെങ്കിലും രോഗാവസ്ഥയോ അതിനെ കോപ്പപ്പ് ചെയ്യാൻ വീണ്ടും അവൻ അതിലേക്ക് വന്ന് വീഴും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനഃശാസ്ത്ര വിദഗ്ധന്മാർ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡ്യുവൽ തെറാപ്പി. അതിൻ്റെ അർത്ഥം ഒരേ സമയം 2 രോഗത്തിന് ഒരുമിച്ച് ചികിത്സിക്കുക. അങ്ങനെ ചികിത്സിക്കുകയാണെങ്കിൽ ഈ റിലാപ്സ്, വീണ്ടും വീഴാനുള്ള
അവൻ്റെ അവസ്ഥ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് മാതാപിതാക്കൾ നമ്മളോടൊരു ചോദ്യം, ഈ ചികിത്സകന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് അവനിൽ അന്തർലീനമായിട്ട് ഒരു മാനസിക രോഗാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഇങ്ങനെയുള്ള മൾട്ടി റീസൺസ് അതെല്ലാം പരിഹരിച്ചിട്ടുള്ള ഒരു ചികിത്സയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ മിക്കവാറും അവർ ഈ കുടിരോഗാവസ്ഥയിൽ നിന്ന് വിമുക്തരാകും. അതായത് വീണ്ടും ഒരു വീഴ്ചയിലേക്ക് എത്താതെ അവർക്ക് വിമുക്തി നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ചികിത്സയ്ക്ക് നമുക്ക് വേണ്ടത് അവൻ്റെ സമഗ്രമായ ഹോളിസ്റ്റിക്, അവനുമായി ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയകളിലും ഒരു ക്യുവർ ആവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് ഞാൻ പറയുന്നത് ആധ്യാത്മികമായിട്ടുള്ള ദൈവബന്ധം. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫാമിലി, എക്കണോമിക്കല്, ഫിസിക്കല്, മെൻ്റൽ, ഈ എല്ലാ സമഗ്ര ഏരിയ ഒരു സൗഖ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ കുടിരോഗത്തിൽ നിന്ന് വിമുക്തീകരിക്കപ്പെടാൻ എളുപ്പമാണ്. നമ്മുടെ WHO ഒരു ഹെൽത്തിനെ കുറിച്ച് ഉള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥയല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് സമാധാനത്തിൻ്റെ ഒരു ഡെഫിനിഷൻ, യുദ്ധമില്ലാത്ത അവസ്ഥയല്ല സമാധാനം. അതുപോലെ ഈ രോഗമില്ലാത്ത അവസ്ഥയാണ് സമാധാനം, സൗഖ്യം എന്ന് നമ്മൾ ചിന്തിക്കരുത്. സമഗ്രമായ എല്ലാ തരത്തിലുമുള്ള വെൽബീയിങ്ങിനെയാണ് നമ്മൾ വെൽബീയിങ് അല്ലെങ്കിൽ സൗഖ്യം, സമാധാനം എന്നുള്ള സമഗ്രമായൊരർത്ഥത്തിലുള്ള ചികിത്സ, സമഗ്ര മേഖലകളെയും സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സ അവനിൽ വരികയാണെങ്കിൽ അവന് അതിൽ നിന്ന് വിമുക്തി ലഭിക്കും.